ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പ്രത്യേകം ഈ മജ്‌ലിസിലേക്ക് വന്നവരുണ്ട്. പ്രത്യേകം ഇന്നത്തെ നമ്മുടെ ഈ മജ്‌ലിസിലുള്ള ഭക്ഷണം നമ്മുടെ അലിയാക്കാന്റെ വകയാണ്. കഴിഞ്ഞ ആഴ്ചയും ബഹുമാനപ്പെട്ട അലിയാക്കാന്റെ വക തന്നെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങളാണോ ഉദ്ദേശങ്ങളൊക്കെ ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ആ സദഖയുടെ ബർക്കത്തുകൊണ്ട്, നമ്മുടെ മശായിഖന്മാരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മനസ്സിന് സന്തോഷം നൽകട്ടെ. ആ കുടുംബത്തിന്, അവർക്ക് അവരുടെ ജോലിയിൽ, ജീവിതത്തിന്, കുടുംബത്തിന് എല്ലാം നിറഞ്ഞ സന്തോഷം നൽകി സന്തോഷം നിലനിർത്തി സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിലും അവരുടെ സമ്പത്തിലും അവരുടെ എല്ലാ മേഖലയിലും അല്ലാഹു വലിയ അഭിവൃദ്ധി. ചെറിയ ചെറിയ വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പ്രത്യേകം മര്യാദ പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തിരുന്നു. ഇന്ന് ഉസ്താദ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ദുആ മാത്രമേ നടത്തുന്നുള്ളൂ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. കഴിഞ്ഞ ആഴ്ച ഉസ്താദ് നല്ല സുന്ദരമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ് നമുക്ക് നല്ലൊരു സന്തോഷം നൽകിയിരുന്നു. ആ മദഹിൽ കഴിഞ്ഞ ആഴ്ച ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകമായി നമ്മളെല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആകമാനം പറയുന്നത് ഹബീബായ നബി തങ്ങളെ കുറിച്ചാണ്. അതിൽ നിന്നൊരു വാചകമാണ്, ഒരു ആയത്താണ് കഴിഞ്ഞ ആഴ്ച ഉസ്താദ് ഇവിടെ പറഞ്ഞത്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു പ്രകാശത്തെ ഇറക്കിയിട്ടുണ്ട്. ആ പ്രകാശത്തെ നമ്മൾ കാണുന്ന പ്രകാശമല്ല എന്ന് ഉസ്താദ് വിശദമായി പറഞ്ഞു. ഞാൻ അത് വിശദീകരിക്കാൻ എനിക്ക് കഴിവില്ല. പക്ഷെ ഞാൻ ആ ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞ ആഴ്ച വീക്ഷിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ ആ പ്രകാശമാണ് ഇന്ന് നമ്മൾ ഈ മജ്‌ലിസ് അടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നൂറും മിൻ നൂരില്ല, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു പ്രകാശമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ മശായിഖന്മാരുടെ പ്രകാശം. ആ മശായിഖന്മാരുടെ മദദിൽ, അവരുടെ പ്രത്യേകമായ നിർദ്ദേശത്തിലാണ് നാം ഈ മജ്‌ലിസൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മളെ ഒന്നിരായ ശൈഖുന ഖാദിമുൽ ഇസ്ലാം നാസിഹുൽ അനാം മുഹമ്മദ് ഫഖീർ ജലാലുദ്ദീൻ ഖാദിരി റളിയല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി ഒന്നിരായ നമ്മുടെ ശൈഖുന, നമ്മുടെ ഉപ്പയാണ്. ആ ഉപ്പ ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു അണമുറിയാത്ത ഒരു സിൽസിലയിൽപ്പെട്ട ഒരു ഗണ്ണിയാണ് നമ്മുടെ ഒന്നിരായ ശൈഖുന. അപ്പൊ ആ ശൈഖുനെ സ്ഥാപിച്ചു തന്ന നമ്മുടെ ഈ മജ്‌ലിസ് എത്രയോ നീണ്ട വർഷങ്ങളായി, 10-35 വർഷം ആയിട്ടുണ്ടാവുമെന്നാണ് ഓർമ്മ. അത്രയും നീണ്ട വർഷമായി ഈ മജ്‌ലിസ് ഇവിടെ അനസ്യൂതം അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അത് ഖിയാമത്ത് നമ്മുടെ സന്താന കുടുംബ പരമ്പരകളിലൂടെയായി നിലനിർത്തി നാളെ നമുക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം കിട്ടുന്ന മജ്‌ലിസായി അപ്പൊ ആ രൂപത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറിൽ നിന്നുള്ള ഒരു നൂറാണ് നമ്മുടെ ഈ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാനത് അങ്ങനെ വിശദീകരിക്കാൻ യോഗ്യനല്ല. പക്ഷേ നമ്മുടെ മശായിഖന്മാരുടെ ആ ഒരു നൂറാനിയത്ത്, ആ ഒരു പ്രകാശം നമ്മളിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഈ ഓരോ ദിക്റുകളും ഓരോ സ്വലാത്തുകളും നാം ചൊല്ലുന്ന ഓരോ കലാമുകളിലും അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുകയാണ്, പ്രതിഫലിക്കുകയാണ്. കാരണം നമ്മുടെ ശൈഖുനെ അടക്കമുള്ള ലോകത്ത് അനവധി മശായിഖന്മാർ, ആ മശായിഖന്മാരുടെ എല്ലാം ഒരു കണ്ണി എന്ന് പറയുന്നത് ഗൗസുൽ ആലം ശൈഖുന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അലൈഹി തങ്ങളിലേക്കാണ് എത്തിച്ചത്. അവിടുന്ന് അങ്ങോട്ട് പോയാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക്, അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയാണ് നമ്മുടെ ഈ കണ്ണി എത്തിപ്പെടുന്നത്. നമ്മൾ ചില്ലറ ഭാഗ്യവാന്മാരൊന്നുമല്ല. എത്രയോ ആളുകൾ ധാരാളം കിതാബ് ഓതി പഠിച്ച് ഇൽമുണ്ട്, ധാരാളം വഅദ് പറയാനും നല്ല നല്ല നസീഹത്തുകൾക്കൊക്കെ കഴിവുള്ള, നല്ല പ്രൗഢമായ പ്രഭാഷണം നടത്താൻ കഴിവുള്ള, സാമാന്യം സൗന്ദര്യവും ശാരീരിക ഘടനയൊക്കെ ഉള്ളവർ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല മജ്‌ലിസുകളോട്
മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിനായ ശൈഖുന പറയുന്നത് ഈ പാവപ്പെട്ട ഉള്ളവർ കേട്ടിട്ടുണ്ട്, നമ്മൾ നമ്മുടെ മജ്‌ലിസും നമ്മുടെ മശായിഖന്മാർ നൽകുന്ന നിർദ്ദേശങ്ങളും അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിൽ നമുക്ക് വലിയ വിജയമുണ്ട്. വലിയ വിജയമല്ല, അതാണ് നമ്മൾക്ക് വിജയിക്കാനുള്ള ഏക വഴി, പാത എന്ന് ഒന്നിരായ ശൈഖുന വളരെ താഴ്ന്ന സ്വരത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആലിമീങ്ങൾ നമുക്കൊക്കെ ഇത്തരം ആത്മീയമായ വിചിന്തനങ്ങൾക്ക് അല്ലെങ്കിൽ ചിന്താധാരയിലേക്ക് നമ്മെ നയിക്കാൻ പാകപ്പെടുന്ന രൂപത്തിൽ ആത്മീയ പ്രഭാഷണങ്ങൾ, വയലുകൾ നമുക്കൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ നമ്മളിൽ പലരും, നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, കാരണം നമ്മളെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മജ്‌ലിസിൽ എത്തിപ്പെടില്ല. ഇത്തരത്തിലുള്ള ധാരാളം മജ്‌ലിസുകൾ നമ്മുടെ ശൈഖുനാന്റെ പ്രത്യേകമായ നോട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ ശൈഖുനെ അടക്കമുള്ള മശായിഖന്മാർ റഹ്മത്തിന്റെ മലായികത്ത് മുഴുവനും ഇവിടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിൽ നിന്ന് അവരെ വസീലയാക്കിക്കൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളും നമ്മുടെ എല്ലാ